പിന്നെ സ്വിസ്സിലേക്കുള്ള ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളാണ് ഇതൊക്കെ. ആദ്യമായിട്ട് സ്വിറ്റ്സർലൻഡ് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം സ്വിസ് എയർലൈനിലാണ് നമ്മൾ യുകെന്ന് ഷെങ്കൻ വിസ എടുത്തിട്ട് പോയത്. ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് മാത്രമേ ഫ്ലൈയിങ് ടൈം ഉള്ളൂ യുകെയിൽ നിന്ന് സ്വിസ്സിലേക്ക്. പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ദാ പറയുന്ന വേഗത്തിൽ. അപ്പം നമ്മൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ലഗേജൊക്കെ കളക്ട് ചെയ്തു. ആക്ച്വലി പറഞ്ഞാൽ ഒറിജിനൽ സൂറിക് എയർപോർട്ടിലേക്ക് നമ്മൾ അവിടുന്ന് ഒരു ട്രെയിൻ പിടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ വാതിലിൽ നിന്ന് ഒരു ട്രെയിനിലൊക്കെ കയറി പോകുന്നത്. അപ്പോൾ ട്രെയിൻ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല കറക്റ്റായിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ട്രെയിൻ മിസ്സാവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. പോകുന്ന വഴിക്ക് ആ 2 സൈഡിലും വാൾസിലൊക്കെ ഇതുപോലെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂറിക് എയർപോർട്ട് എന്നുള്ള ബോർഡും അവിടെ നമ്മൾ എത്തിയപ്പം അത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. വലിയ എയർപോർട്ടായിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്തു. ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഭയങ്കര വലുതായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്നൊരു സിം എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഇൻഫർമേഷൻ സെൻറ്റർ തപ്പിയാണ് നടന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്വിസ് ട്രാവൽ പാസിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററും കണ്ടു. അപ്പോൾ അവിടെയും കയറി. അപ്പോൾ ഞാനും അഹനയും കുറേ ലീഫ്ലെറ്റ്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്തു. ആക്ച്വലി എല്ലാവരും പ്ലാൻഡ് ആയിട്ടാണ് സ്വിസ് യാത്രയ്ക്ക് വരുന്നത്. അപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ വന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. അപ്പം പാസ് നമ്മൾ എടുത്തില്ല. നമ്മൾ ആദ്യം ചെക്കിനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പിന്നെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം അതിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള റാഡിസൺ ബ്ലൂ ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ട്രാവൽ പ്ലാൻ അനുസരിച്ച് വേറെ ഹോട്ടൽസൊക്കെ എടുക്കാമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അങ്ങനെ റാഡിസൺ ബ്ലൂവിലേക്ക് എയർപോർട്ടിൽ നിന്ന് നടക്കുന്ന ദൂരമുള്ളൂ. ഹാർഡ്ലി ഒരു 4 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അത്യാവശ്യം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു എങ്കിലും ഒന്ന് ക്ലിയറായി വരാൻ കുറച്ചൊരു സമയമെടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു. അതിൻ്റെ ഹോട്ടലിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. എന്താണാവോ ഇത്രയും ടൈം എടുക്കുന്നത്? ഓരോരുത്തർ ക്ലിയർ ചെയ്യുന്നേ ഉള്ളൂ. അജി ഇങ്ങനെ എന്തൊക്കെയോ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇരിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നല്ല കൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പോയി അവിടെ ഇരുന്നു. ആ ഹോട്ടലിൻ്റെ സെൻറ്ററായിട്ടൊരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലൊരു സംഗതിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. ഫൈനലി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മുടെ റൂം ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പറഞ്ഞാൽ കുറച്ചൊരു ടയേർഡായി. രാത്രി ഒരു 8-8:30 മണി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമ്മുടെ റൂം ലക്ഷ്യമാക്കി നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ലിഫ്റ്റൊക്കെ പിടിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂം തുറന്ന് ഞാൻ തന്നെയാണ് അകത്തേക്ക് ആദ്യം കയറുന്നത്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു അവസ്ഥ. കുഴപ്പമൊന്നുമില്ല. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഒരു കിങ് സൈസ് കട്ടിലും ഒരു ചെറിയ കട്ടിലും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഫ്രഷ് ആവാൻ തീരുമാനിച്ചു. ആക്ച്വലി ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടില്ല. ഹോട്ടലിൽ നിന്ന് കഴിക്കണോ അതോ പുറത്ത് പോയി കഴിക്കണോ എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനയിലാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം. അവിടെ പബ്ലിക്കിനുള്ള എയർപോർട്ടും ഇതും തമ്മിൽ വേർതിരിച്ചിട്ടില്ല. സെയിം ട്രാവലിങ്ങിന് വരുന്ന ആൾക്കാരും നമ്മൾ പബ്ലിക്കിനും ഇതിൻ്റെ അകത്തുനിന്ന് വന്നിട്ട് സാധനം വാങ്ങാം, ഫുഡ് കഴിക്കാം. പിന്നെ അതിൻ്റെ അകത്ത് വലിയ 2 സൂപ്പർ മാർക്കറ്റുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട പൈസയൊക്കെ നമ്മൾ എടുത്തു വെച്ചു. അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ KFC ഉണ്ട്, മാക്കുണ്ട്, പിന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ അവിടെ കണ്ടു. വേറെയും ചില ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു ഫുഡിനുള്ളത്. അപ്പോൾ ഫുഡൊക്കെ നമ്മളൊന്ന് ചുറ്റി നടന്നൊക്കെ ഒന്ന് നോക്കി. പക്ഷേ ഈ ഫുഡൊന്നും നമുക്ക് കഴിക്കാനുള്ളൊരു മൂഡ് അവിടെ തോന്നിയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ മാക്കിലേക്ക് തന്നെ മടങ്ങി. അവിടുന്ന് ബർഗറും ജ്യൂസും ഒക്കെ കുടിച്ച് നമ്മൾ വയറ് നിറച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി ആവശ്യത്തിന് വെള്ളവും അങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വേണമായിരുന്നു. നല്ല എക്സ്പെൻസീവായിട്ടുള്ളൊരു സ്ഥലമാണ് സ്വിസ്. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ തിരിച്ചെത്തി. പ്ലാൻഡ് അല്ലാത്ത യാത്രയായതുകൊണ്ട് നാളെ എവിടേക്കാണ് പോകേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. ഇനി ചെന്നിട്ട് വേണം അതിനെപ്പറ്റിയൊക്കെയുള്ള രൂപരേഖ തയ്യാറാക്കിയെടുക്കാൻ. അപ്പം സ്വിസ് യാത്രയുടെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.